മലക്കളുടെ ദുആ കിട്ടാനുള്ള മൂന്നാമത്തെ വഴി നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കലാണ്. ലോകത്ത് ഒരധ്വാനം ഇല്ലാതെ ദോഷം പൊറുക്കുന്ന ഒരമലാണ് നിസ്കരിച്ച സ്ഥലത്ത് ഇരിക്കുക എന്ന് പറയുന്നത്. അതിനേക്കാൾ എളുപ്പമായ ഒരു പണി ലോകത്തില്ല ദോഷം പൊറുക്കാൻ. അവിടെ ഇരുന്നാ മതി. ചൊല്ലലിനൊക്കെ കൂലി എക്സ്ട്രാ വേറെ വരും. ആ നിസ്കരിച്ച സ്ഥലത്ത് ഇരുന്നാ മതി, എന്നാൽ തന്നെ ദോഷം പൊറുക്കും. അള്ളാഹുവിന്റെ മലക്കുകൾ അള്ളാഹിനോട് പറയും, അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു. ഹദീസല്ലേ, സ്വഹീഹ് ഹദീസല്ലേ. മലക്കുകൾ ഓർക്ക് വേണ്ടി ദുആരക്കും. നിസ്കരിച്ച സ്ഥലത്ത് ഇരുന്നാൽ നിങ്ങൾ നോക്കിക്കോ, ഇബ്ലീസ് വിടൂല എന്ന് പറഞ്ഞാൽ വിടൂല. നിസ്കരിച്ച സ്ഥലത്ത് ഇരിക്കാൻ ഇബ്ലീസ് വിടൂല. നിങ്ങൾ ഇന്ന് ഇപ്പൊ പോയിട്ട് ഇശാ നിസ്കരിച്ചു നോക്കിയേ, അടി ഇരിക്കാൻ കഴിയുന്നുണ്ടോ നോക്കിയേ. അല്ല മോനെ, നീ ഇങ്ങനെ ഇരുന്നാലും സമയം നോക്ക. ഇബ്ലീസ് ഇടക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയക്കും, എണീക്കടോ. എന്നിട്ടും എണീക്കുന്നില്ല വാട്സപ്പ് വോയിസ്, എന്നിട്ടും ഇല്ലെങ്കിൽ വാട്സപ്പിൽ കോൾ ചെയ്യും. അപ്പൊ പിന്നെ എണീക്കുമല്ല. ഒരു രക്ഷയില്ല. നിസ്കരിച്ച സ്ഥലത്ത് ഇരിക്കാൻ ഒരു നിലക്കും ഇബ്ലീസ് വിടൂല. കാരണം ഇബ്ലീസ് അത്രയും അധ്വാനിച്ചിട്ടാണ് നമ്മളെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുന്നത്. ആ തെറ്റ് പൊറുപ്പിക്കാൻ പറഞ്ഞ ഇബ്ലീസിന് സഹിക്കാൻ പറ്റൂല. അസഹനീയമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇബ്ലീസ് ആ സമയത്ത് ഇരിക്കാൻ വിടാത്തത്. ഇരിക്കണം കൂട്ടരെ, ചെറുപ്പക്കാരെ, ഇഷ്ടം കൊണ്ടാണ് ഞങ്ങളോട് പറയണത്. നിസ്കരിച്ച സ്ഥലത്ത് ഇരിക്കണം മക്കളെ. നമ്മളെ ദോഷം അല്ലാഹു പുറത്തു തരും. ചെയ്തു പോയിട്ടുണ്ടാവും അബദ്ധങ്ങളൊക്കെ ജീവിതത്തിൽ, അതൊക്കെ അല്ലാഹു പുറത്തു തരും അവിടെ ഇരിക്കുമ്പോഴേക്കും.